ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ച നാം പഠിക്കുന്നത് 10ാമത്തെ പാഠമാണ്. വഴിയും സത്യവും ജീവനും. അത് മനഃപ്പാഠമാക്കി പ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 18ാമത്തെ വാക്യം. ഈ യോഹന്നാൻ്റെ പുസ്തകത്തെ നമുക്ക് 4ആയി തരംതിരിക്കാം. അതിൽ 1 ആമുഖം, 2 അടയാളങ്ങൾ അല്ലെങ്കിൽ സദർശങ്ങളുടെ പുസ്തകം, 3 മഹത്വത്തിൻ്റെ പുസ്തകം, 4 ഉപസംഹാരം. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തിരിയുന്നത് മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്കാണ്. നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വിടവാങ്ങൽ അവസരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് എത്തുന്ന കുറേ കാര്യങ്ങൾ. ആ സമയത്ത് ശിഷ്യന്മാരെ കൂട്ടിവരുത്തുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു, തൻ്റെ അന്ത്യം അടുത്തു എന്ന് അവരോട് വെളിപ്പെടുത്തുന്നു. സംഭവിക്കാനുള്ള കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നുകൂടെ പറയുന്നു അവരോട്. ഈ കാര്യങ്ങളാണ് അവർക്കൊരു മാതൃക കാണിക്കുന്നു. എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കർത്താവ് ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും, അതിനെയൊക്കെ എങ്ങനെയൊക്കെ തരണം ചെയ്യണം എന്നീ കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആ വിടവാങ്ങൽ സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നത്. നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വിടവാങ്ങലാണ്. അതായത് അതുവരെ ജീവിച്ചതായ, തന്നോടൊപ്പം ജീവിച്ചതായ തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും ഒരു വേർപാടിൻ്റെ സമയമായി. ആ ഭാഗങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചേക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിടവാങ്ങൽ സമയത്ത് എല്ലാ ശിഷ്യന്മാരെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടി അവരോട് കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് പോകാൻ സമയമായി, പക്ഷേ ഞാൻ പോയാലും എന്തു ചെയ്യും, നിങ്ങൾക്ക് ഞാനൊരു കാര്യസ്ഥനെ അയക്കും, അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലുമൊക്കെ വഴി നടത്തുമെന്ന് പറയുന്നു. ഇത് നമ്മൾ പഴയകാല ചരിത്രമെടുക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് മോശ കൊണ്ടുവരികയും മോശയുടെ സമയം അടുത്തു എന്ന് മനസ്സിലാക്കിയ മോശ ഇസ്രായേൽ മക്കൾ, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഇസ്രായേൽ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ കാര്യങ്ങളും മിസ്രയീം ദേശത്തു നിന്ന് ഇറങ്ങിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും ആവർത്തിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ആ ഒരു ഭാഗം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. ആ ഒരു അവസരത്തെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ യാക്കോബ് തൻ്റെ അന്ത്യകാല സമയത്ത് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത്, ദാവീദ് ശലോമോനോട് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഒരു അവസരമാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് പോകാൻ സമയമായി എന്ന് പറയുന്ന ഒരു വിടവാങ്ങൽ അവസരം. അപ്പോൾ സ്വാഭാവികമായും അതുവരെ അവരോടൊപ്പം ഉണ്ടായിരുന്നതായ ഗുരു കർത്താവായ യേശുക്രിസ്തു അവരിൽ നിന്നും വേർപെട്ടു പോകുന്നു എന്ന ഒരു അറിവ് വല്ലാത്ത വേദന ഉളവാക്കുന്നതാണ്, അവർക്ക് ആശങ്ക ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ പരിഭ്രമിച്ചു പോകരുത്, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു പെട്ടെന്നൊരു കാര്യം ചെയ്തു. ആരോടും പറയാതെ, മറ്റാരും ചെയ്യുവാൻ കാത്തിരിക്കാതെ കർത്താവായ യേശുക്രിസ്തു അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങി. ആ കാലത്തൊരു ആചാരമുണ്ടായിരുന്നത്, വിരുന്നുകാർ വരുമ്പോൾ ആ വീട്ടിലെ വേലക്കാരൻ ആ വിരുന്നുകാരുടെ കാൽപാദം കഴുകുന്ന ഒരു രീതി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിരിക്കുമെന്ന സമയത്ത് അവിടെ ഒരു വേലക്കാരനില്ല കാല് കഴുകി കൊടുക്കുവാൻ വേണ്ടി. കർത്താവായ യേശുക്രിസ്തു ആരോടും കൽപ്പിച്ചതുമില്ല. കർത്താവായ യേശുക്രിസ്തു സ്വയം തീരുമാനിച്ചു. കർത്താവായ യേശുക്രിസ്തു തന്നെ കാൽ കഴുകുവാൻ വേണ്ടി തുടങ്ങി. ഓരോ വ്യക്തികളെയും കാല് കഴുകാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു തുടങ്ങി.
ഒരുപക്ഷെ ശിഷ്യർക്ക് അത് വല്ലാത്തൊരു അമ്പരപ്പുളവാക്കി. കാരണം അവർ ഗുരുവെന്നും കർത്താവെന്നും ദൈവമെന്നും വിശ്വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പ്രിയപുത്രനായ വ്യക്തി മനുഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു എന്ന ഒരു അറിവ്, ആ പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാരൊരു പക്ഷേ അത്ഭുതപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അല്ലയോ ഗുരു, അങ്ങ് എൻ്റെ പാദം കഴുകണ്ട, എന്നേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് വന്ന അങ്ങ് എൻ്റെ പാദം കഴുകണ്ട. പത്രോസിന് വല്ലാത്ത മനസ്താപം ഉണ്ടായി. ഗുരു ഞങ്ങളുടെ പാദം കഴുകുന്നു. ഇത്രയും ഉന്നതിയിലുള്ളതായ ഒരു വ്യക്തി, ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ വ്യക്തി, ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന ഈ മെശിഹ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു എന്ന് പത്രോസ് ആശ്ചര്യപ്പെട്ടു. പത്രോസ് പറഞ്ഞത്, അങ്ങ് എൻ്റെ പാദം കഴുകണ്ട. കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത മറുപടി, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല, എന്നോടൊപ്പം പങ്കില്ല എന്നാണ് അർത്ഥം. പത്രോസ് ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ മുഴുവനും കഴുകണമേ. നോക്കൂ, ഇവിടെ കർത്താവ് എന്ത് ദൃഷ്ടാന്തമാണ് ശിഷ്യന്മാരോട് വെക്കുന്നത്, എന്ത് അടയാളമാണ്, എന്ത് മാതൃകയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും ഉന്നത സ്ഥാനം കാക്ഷിക്കുന്നൊരു വ്യക്തി, ഏറ്റവും ഉന്നതമായ ദൗത്യം നിറവേറുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു വ്യക്തി ഏറ്റവും താഴ്മയുള്ളവനായിരിക്കണം, ഏറ്റവും എളിമയുള്ളവനായിരിക്കണം എന്നാണ്. അവർക്ക് നൽകിയിരിക്കുന്നതായ ആ ഉന്നതമായ സ്ഥാനവും ഉന്നതമായ പദവിയും എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനത്തെ സേവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ജനസേവനമായിരിക്കണം ഒരു ഉന്നതനായ നേതാവിൻ്റെ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജനസേവനമായിരിക്കണം, ഏറ്റവും താഴ്മയുള്ളവനായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു അതാണ് കാണിച്ചത്. കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും ചവിട്ടി അരയ്ക്കപ്പെട്ടതായ, നിരാലംബരായ, വിധവകളായ, സാധുക്കളായ, രോഗികളായ വ്യക്തികളെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു പ്രവർത്തിച്ചത്. ഒരു മാതൃകയായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും തലയാണ് എന്ന് പറയും. തലയ്ക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. അപ്പോൾ നോക്കൂ, പാദമാണ് ഏറ്റവും താഴെയുള്ളത്. ഏറ്റവും വലുത് തലയും, ഏറ്റവും അല്ലെങ്കിൽ വിലപ്പെട്ടത് മഹത്വമുള്ള സ്ഥാനമുള്ള തലയും, ഏറ്റവും മോശം സ്ഥാനം പാദത്തിനുമായിരിക്കുമ്പോൾ ആ തല പാദം കഴുകുവാൻ വേണ്ടി ഇറങ്ങി വന്നൊരു അവസരമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു സംഭവത്തിനാണ് ഈ വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അങ്ങ് ഞങ്ങളുടെ തലയാണ്, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, എങ്ങനെയാണ് അങ്ങയ്ക്ക് ഞങ്ങളുടെ പാദം കഴുകുവാൻ കഴിയുക എന്ന് പത്രോസ് ചോദിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഉന്നത സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ, ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എങ്കിൽ, ഉന്നത സ്ഥാനം നിനക്ക് നൽകിയിരിക്കുന്നത് ജനസേവനത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയാണ്. അധികാരത്തിൻ്റെ ഗർവ് കൊണ്ട് നീ അഹങ്കരിക്കുവാനല്ല, മറിച്ച് ഏറ്റവും നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ അയൽവക്കത്ത്, നിൻ്റെ സഭയിൽ, നീ ജീവിക്കുന്നതായ പ്രദേശത്ത് ഉള്ള ഏറ്റവും സാധുവായ മനുഷ്യനെയും സേവിക്കുവാൻ വേണ്ടിയാണ്, അവൻ ഉൾപ്പെടുന്ന സമൂഹത്തെ സേവിക്കുവാൻ വേണ്ടിയാണ് നിനക്ക് ഈ സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നാണ് കർത്താവ് യേശുക്രിസ്തു മാതൃകയായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അഡ്വെന്റിസ്റ്റ് തത്വത്തിൻ്റെ കാതലും അതുതന്നെയാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സേവനം നൽകുമ്പോൾ അത് ഈ ഭൂമിയിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തിക്ക് കൂടി ലഭിക്കണം എന്നുള്ളതാണ് അഡ്വെന്റിസ്റ്റ് വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം. കർത്താവ് യേശുക്രിസ്തു അത് തന്നെയാണ് കാണിച്ചത്. ശിഷ്യന്മാർക്കും അത് തന്നെയാണ് മാതൃക കാണിച്ചു കൊടുത്തത്. ഉന്നത സ്ഥാനത്തായിരിക്കുമ്പോൾ ആ ഉന്നത സ്ഥാനം നിനക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും എളിമപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നിൻ്റെ അയൽവക്കത്തോ നിൻ്റെ സമൂഹത്തിൽ, നീ താമസിക്കുന്ന പ്രദേശത്തുള്ള ഏറ്റവും നിരാലംബനായ വ്യക്തിക്ക് കൂടി ആയിരിക്കണം നിൻ്റെ സേവനം കൊണ്ട് പ്രയോജനപ്പെടേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു സന്ദേശമാണ്. ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്തൊരു സന്ദേശമല്ല, മാതൃകയല്ല. നമുക്ക് കൂടെ നാം ഓരോരുത്തരും പാദസേവ ഏർപ്പെടുമ്പോൾ, പാദം കഴുകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു താഴ്മയുടെ അനുഭവം നമുക്കുണ്ടാകാറുണ്ടോ എന്ന് കൂടെ ചിന്തിക്കണം. നാം തിരുവത്താഴ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, പാദ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ
കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു മാനസാന്തരത്തിലൂടെയാണോ നമ്മളതിൽ പങ്കെടുക്കുന്നത്? കർത്താവ് ആഗ്രഹിച്ചത് ഏറ്റവും താഴ്മയുടെ ഒരു അനുഭവത്തിലൂടെ ഓരോ നേതാവും, ഓരോ അധികാരികളും, അധികാര സ്ഥാനത്തായിരിക്കുന്നവർ, ഓരോ ദൈവത്തിൻ്റെ പൈതലും കടന്നു പോകണമെന്നാണ് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ചത്. ശിഷ്യന്മാർക്കും അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ഈ പാഠഭാഗത്തിലൂടെ നമുക്കും കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്നത് താഴ്മയുള്ള വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിശ്ചയമായും വീണ്ടും വരും. തിങ്കളാഴ്ചത്തിൻ്റെ പാഠത്തിൻ്റെ തലവാചകമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിടവാങ്ങൽ സമയത്ത് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുൻപ് അവരോട് പറഞ്ഞത് തന്നെയാണ്, പക്ഷേ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മോശ ഇസ്രായേൽ മക്കളെ ആവർത്തന പുസ്തകത്തിൽ കാണുന്നത് പോലെ ഇസ്രായേൽ മക്കളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, അതായത് ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങളെ, ചെങ്കടലിൽ വിഭാഗിച്ചതും മന്ന കൊടുത്തതും പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതുമൊക്കെ അവരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ദൈവം തന്ന കൽപ്പനകൾ അവരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അവർ ചെയ്ത അനുസരണക്കേട് അവരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മോശ എന്ത് ചെയ്യുന്നു? അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തണേ, ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ തൻ്റെ യാത്ര സമയത്ത്, അന്ത്യയാത്രയുടെ സമയത്ത് അല്ലെങ്കിൽ വിടവാങ്ങലിൻ്റെ സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി കർത്താവായ യേശുക്രിസ്തു എവിടെ പോകുന്നുവെന്ന്. പത്രോസ് ചോദിച്ചു, അങ്ങ് എവിടെയാണ് പോകുന്നത്? എന്നെയും കൂടെ കൊണ്ടുപോകണമേ. യേശു പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്തോ ഇപ്പോൾ നിനക്ക് വരാൻ കഴിയില്ല എന്നോടൊപ്പം, പക്ഷെ പിന്നത്തേതിൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ കൊണ്ടുപോകും. ഉടനെ പത്രോസിന് വിഷമമായി. ഇത്രയും നാൾ ദൈവത്തോടൊപ്പം ജീവിക്കുകയും ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുകയും എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്ത വ്യക്തി, കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം പോകാൻ കഴിയില്ല, വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം പോകാൻ കഴിയില്ല എന്നൊരു വിഷമം പത്രോസിനുണ്ടായപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവനെ തന്നെ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു. ഉടനെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നീ എന്ത് ചെയ്യും? നാളെ പുലരുന്നതിന് മുൻപ്, കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. നോക്കൂ, ജീവൻ കൊടുക്കാൻ തയ്യാറായതായ പത്രോസിനോട് ദൈവം പറയും, കർത്താവ് യേശുക്രിസ്തു പറയുന്നത് എന്ത് ചെയ്യും? നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അതിൻ്റെ ചരിത്രം നമുക്കറിയാം എന്ത് സംഭവിച്ചെന്ന്. 3ാമത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി എന്ന് പറയും. ആ നോട്ടം പക്ഷേ പത്രോസിൻ്റെ ജീവിതത്തിൽ അന്നുവരെ ഇല്ലാത്തതായ ഒരു ഹൃദയവേദന ഉണ്ടായതായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഒന്നും സംസാരിച്ചില്ല, തിരിഞ്ഞൊന്ന് പത്രോസിനെ നോക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ നോട്ടം ചെന്ന് പതിച്ചത് പത്രോസിൻ്റെ ഹൃദയത്തിലായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, ഞാൻ നിശ്ചയമായും വരും എന്നാണ്. അത് ഗ്രീക്കിൽ വേറൊരു പദത്തിൽ ഞാൻ വരുന്നു എന്നൊക്കെയാണ് വിവർത്തനം പറയുന്നത്. അങ്ങനെ പറയുവാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു നിലകൊണ്ടത്. വേറെ ആർക്കും പറഞ്ഞില്ല ഞാൻ നിശ്ചയമായും വരുമെന്ന്. ഞാൻ തീർച്ചയായിട്ടും വരും. ഞാൻ താൽക്കാലികമായി നിങ്ങളെ വിട്ടു പോകുന്നു. മാനസികമായി വിഷമത്തിലായിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നതാണ്, ഇന്നലെ വരെ, ഈ നിമിഷം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകേണ്ട സമയമായി, എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോയാൽ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി. എനിക്ക് തിരികെ വന്ന് നിങ്ങളെ കൊണ്ടുപോകണം. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി ഭവനങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയാണ്. ആ ഭവനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അതൊരു അഷുറൻസാണ്, നമുക്ക് തരുന്നതായ ഒരു വലിയ വാഗ്ദാനമാണ്. കർത്താവായ യേശുക്രിസ്തു വരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ തന്നെ നാം കണ്ടു കഴിഞ്ഞു. അതുമാത്രമല്ല, അത് പറഞ്ഞത്, ഞാൻ വരും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചതായ കർത്താവായ യേശുക്രിസ്തുവാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ വാക്ക് പാഴായി പോവുകയില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോടും കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിശ്ചയമായും ഞാൻ വരും, തിരികെ വരും. എന്തിനു വേണ്ടി?
ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളെ സ്വർഗരാജ്യത്തിലേക്ക്, നിത്യമായ രക്ഷയിലേക്ക്, അതാണ് നോക്കേണ്ടത്. താൽക്കാലികമായ രക്ഷയല്ല, നിശ്ചയമായി ഞാൻ വരും. എന്തിനു വേണ്ടി? നിത്യമായ രക്ഷയിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ദൈവം വരും. കർത്താവ് യേശുക്രിസ്തുവിന്റെ വിടവാങ്ങൽ സമയത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ സന്ദേശമാണിത്. ഒരല്പകാലത്തേക്ക് എന്ത് ചെയ്യാം, ഞാൻ മാറുന്നു, പക്ഷേ നിശ്ചയമായി ഞാൻ തിരിച്ചു വരും. ഞാൻ എന്തിനാ പോകുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ. അത് ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? നിശ്ചയമായും വരും നിങ്ങളെ കൊണ്ടുപോകാൻ. ഒരു വലിയ ആശ്വാസത്തിൻ്റെ വചനമാണ് ദൈവം ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ആ ആശ്വാസത്തിൻ്റെ വചനമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നാം ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം അത് പറഞ്ഞത് മറ്റാരുമല്ല, അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അക്ഷരം പ്രതി പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വീണ്ടും വരും, ഞാൻ നിശ്ചയമായും വരും. ലോകത്തിന്ന് വരെ ഒരു നേതാക്കൾക്കും ഒരു വ്യക്തിത്വങ്ങൾക്കും പറയുവാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞ ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മോടും പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം ഞാൻ വീണ്ടും വരും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ വീണ്ടും വരും. ആ കർത്താവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടു കൂടി ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. കർത്താവായ യേശുക്രിസ്തു നിശ്ചയമായും വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ്. ചൊവ്വാഴ്ചത്തെ ഭാഗം പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. എന്ത് വഴി, ഏത് സത്യം, എന്ത് ജീവൻ, അല്ലേ? ഞാൻ തന്നെ വഴി. എവിടേക്കുള്ള വഴി? പിതാവിങ്കിലേക്കുള്ള വഴി. ഞാൻ നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയിട്ട് വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസിനൊരു സംശയം, എവിടെയാണ് കർത്താവായ യേശുക്രിസ്തു പോകുന്നത്? അങ്ങ് പോകുന്ന വഴി ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് തോമസ് പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ്? തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തിനു വേണ്ടിയുള്ളത്? പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലെത്തുകയില്ല. കർത്താവായ യേശുക്രിസ്തു തോമസിന് കൊടുത്ത മറുപടിയാണ്. തോമസ് ചോദിക്കുന്നു, അങ്ങ് ഏത് വഴിയാണ് പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തു, ഞാൻ തന്നെ വഴി, ഞാനാണ് സത്യം, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ഒരു മനുഷ്യനും എവിടെ എത്താൻ കഴിയില്ല? പിതാവിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. അപ്പോൾ പിതാവും പുത്രനുമായുള്ള ഊഷ്മളമായൊരു ബന്ധത്തെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. എത്രമാത്രം അടുത്ത ബന്ധമാണ് കർത്താവായ യേശുക്രിസ്തുവും പിതാവും ഉള്ളതെന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. പിതാവിനെ കാണിച്ചു തരണമേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, പുത്രനല്ലാതെ മറ്റാരും പിതാവിൻ്റെ മുഖം ദർശിച്ചിട്ടില്ല. പുത്രന് മാത്രമാണ് പിതാവിൻ്റെ മുഖം ദർശിക്കുവാനുള്ള ഭാഗ്യം. ഫിലിപ്പോസ് കർത്താവായ യേശുക്രിസ്തുവിനെ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഈ പറയുന്ന പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവായ യേശുക്രിസ്തു അതിനോടൊന്ന് മറുപടി, എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. പുത്രനല്ലാതെ പിതാവിൻ്റെ മുഖമാരും ദർശിച്ചിട്ടില്ല. പുറപ്പാട് പുസ്തകത്തിൽ മോശയും ഇതേ ആവശ്യം പിതാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ദൈവം അങ്ങയെ ഒന്ന് കാണണം, അങ്ങയുടെ മുഖം ഒന്ന് ദർശിക്കണം. കാരണം നാളിതുവരെയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതേപടി പാലിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ നടത്തിയ യാതനകളുടെയും കഷ്ടതകളുടെയും നടുവിലൂടെ പിറുപിറുപ്പുകൾ കേട്ടുകൊണ്ട്, കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ട് ഇസ്രായേൽ മക്കളെ നടത്തിയതായ മോശയുടെ ന്യായമായൊരാവശ്യമായിരുന്നു ദൈവത്തിൻ്റെ മുഖം ദർശിക്കണമെന്ന്. തൻ്റെ ദാസനോട് കൃപ തോന്നിയ പിതാവ് മോശയോട് പറഞ്ഞു,
നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, പക്ഷേ എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയുകയില്ല. ഞാൻ കടന്നു പോകുവോളം നിന്നെ ഞാനൊരു പാറപ്പിളർപ്പിലാക്കി നിൻ്റെ മുഖത്തെ ഞാൻ എന്തു ചെയ്യും? എൻ്റെ കരങ്ങൾ കൊണ്ട് മറച്ചു കളയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും, നിനക്കെൻ്റെ പിൻഭാഗം കാണാം. പുത്രനല്ലാതെ പിതാവിൻ്റെ മുഖം ആരും ദർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പുത്രൻ പറഞ്ഞത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. ഞാൻ തന്നെയാണ് വഴി. എന്നിലൂടെ അല്ലാതെ ഒരാൾക്കും പിതാവിൻ്റെ അടുക്കൽ കടപ്പാൻ കഴിയുകയില്ല. ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ മൂന്നും ഞാൻ തന്നെയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ ആ സത്യം എന്ന് പറയുന്നത് ഒരു ആദർശം മാത്രമല്ല, ഒരു വ്യക്തി കൂടിയായി നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന സത്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ആർക്കും കഴിയുകയില്ല. തോമസിൻ്റെ സംശയത്തിനും ഫിലിപ്പോസിൻ്റെ സംശയത്തിനും കർത്താവായ യേശുക്രിസ്തു കൊടുത്ത മറുപടിയാണിത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. നമുക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തം എന്ന് പറയുന്നത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിരിക്കുന്നവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടക്കുവാൻ കഴിയുകയില്ല. പിതാവ് ആരാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നാം കണ്ടിരിക്കുന്നു എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം നാം ദർശിക്കുന്നുവെങ്കിൽ, നാം പിതാവിൻ്റെ മുഖവും ദർശിച്ചിരിക്കുന്നു എന്നാണ്. അതേ സ്വഭാവമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ പിതാവിന് നമ്മോട്, കർത്താവായ യേശുക്രിസ്തു നമ്മോട് എത്രമാത്രം കരുണ കാണിച്ചോ അത്രമാത്രം കൃപയും കരുണയും പിതാവിനും നമ്മോട് ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം എൻ്റെ സ്വഭാവവും എൻ്റെ പിതാവിൻ്റെ സ്വഭാവവും ഒന്നാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും കൃപയും കരുണയും ദയാലുവുമായിരുന്നു. അതേ സ്വഭാവ ഗുണങ്ങളാണ് പിതാവിനും എന്ന് നാം മനസ്സിലാക്കണം. പിതാവ് നമ്മോട് കരുണയും കൃപയും ദയയുമുള്ളവനാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാണുന്നു എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു എങ്കിൽ, നാം നമ്മുടെ പിതാവിനെയും വിശ്വസിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവിനെയും വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, ഞാനാണ് വഴിയും, ഞാനാണ് സത്യവും, ഞാനാണ് നിത്യജീവനും. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു മാർഗവും നമുക്കില്ല. നാം മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടതും അതുതന്നെയാണ്. ഏക വഴിയും ഏക സത്യവും ഏക നിത്യജീവനും കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുക എന്ന ദൗത്യമാണ് ഇത് കേൾക്കുന്ന, ഇത് പഠിക്കുന്ന, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഞാൻ സത്യമാകുന്നു. ബുധനാഴ്ച പാഠം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യമാകുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ സത്യത്തെ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സത്യത്തെ പിതാവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, സത്യത്തെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പം സത്യം എന്ന് പറയുന്നത് യേശുവാണ് എന്ന് യോഹന്നാൻ ഇവിടെ എഴുതി കാണിക്കുന്നു. എപ്പോഴും നമുക്കറിയാം സത്യത്തിനോടൊപ്പം വെളിച്ചം ഉണ്ട്. സത്യം അല്ലെങ്കിൽ ഇരുട്ടിന് എതിരാണ് വെളിച്ചം എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ സത്യം എന്ന ആശയം അല്ലെങ്കിൽ യോഹന്നാൻ കാണിക്കുന്നത് ഈ വ്യക്തിത്വം ശരീരത്തിൽ, ജഡശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ വ്യക്തി സത്യമാണ് എന്നാണ് യോഹന്നാൻ എഴുതി കാണിക്കുന്നത്. ഇവിടെ സത്യം എന്ന ആശയം ഒരു ആശയം മാത്രമല്ല, ചില വാക്കുകൾ മാത്രമല്ല, അതൊരു വ്യക്തിയായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിൽ ഒരു വിഷയം, സത്യം എന്ന് പറയുന്നത് എന്ന ആശയം ദൈവത്തോടും ദൈവ ഇഷ്ടത്തോടുമുള്ള ധാർമ്മികമായ വിശ്വസ്തതയും അടങ്ങിയതാണ്. അതിലൊരു വിശ്വസ്തതയും കൂടെ ഉണ്ട്. സത്യം എന്ന ഒരു ആശയം ഒരു ധാർമ്മികമായ എന്തുണ്ട്, ഒരു വിശ്വസ്തതയും കൂടി അടങ്ങിയതാണ് എന്ന് പറയുന്നു. അപ്പം ആദ്യം മുതൽ തന്നെ ദൈവമുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു, അത് സത്യമായിരുന്നു.
ആ വചനം മുഖാന്തരമാണ് സകലതും ഉളവായത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് സകലതും ഉളവായത്. സൃഷ്ടിപ്പിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ഉളവായതൊന്നും അവനിലൂടെ അല്ലാതെ ഉളവായതല്ല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടോ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് ഉളവായത്. എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്? അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നിലനിൽക്കുന്നത്. അതാണ് സത്യം. ആ സത്യമാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് ലോകം നിലനിൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് നാം ഇനി രക്ഷിക്കപ്പെടുന്നതും നിത്യജീവനിലേക്ക് നയിക്കുന്നതും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ രൂപമെടുത്ത് വന്നത് മാത്രമല്ല, സത്യം ധരിച്ചുകൊണ്ട് സത്യമായി ഈ ഭൂമിയിലേക്ക് വന്ന വ്യക്തിത്വമാണ്. അതൊരു കേട്ടുകേൾവിയോ ആശയമോ വാക്കുകളുടെ ഒന്നും മാത്രമല്ല, മറിച്ച് ഒരു രൂപമായി, മനുഷ്യനായി, ജഡമായി നമ്മുടെ മുൻപിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ സത്യമാണ് നമുക്ക് രക്ഷയായി മാറിയത്. കർത്താവായ യേശുക്രിസ്തു എന്ന സത്യം. അതിന് മറിച്ച് ഒരു സത്യവും ഈ ലോകത്തില്ല. അതിനപ്പുറമായ ഒരു സത്യവും അത് ഈ ലോകത്തിലില്ല. ആ സത്യത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു, ആ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്, ആ സത്യത്തിലൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. അതാണ് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സത്യമാണ്. കർത്താവായ യേശുക്രിസ്തു സത്യമാണ്. അപ്പോൾ യോഹന്നാൻ നമ്മോട് വിളിച്ചു പറയുന്നത് അത് തന്നെയാണ്. ആ രൂപം, കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തി സത്യമാണ്. ആദ്യം മുതലേ ഉണ്ടായിരുന്നു, അനന്തമായി ഇനിയും ഉണ്ടായിരിക്കും. സൃഷ്ടിപ്പിലുണ്ടായിരുന്നു, പരിപാലനത്തിലുണ്ട്, ഇനി രക്ഷയിലെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അത് സത്യമാണ്. കർത്താവായ യേശുക്രിസ്തു എന്നത് സത്യമാണ് എന്ന് ഈ ലോകത്തോട് യോഹന്നാൻ വിളിച്ചു പറയുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അതാണ് യോഹന്നാനും പറയുന്നത്, സത്യമാണ്. നാമും ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടത് അത് തന്നെയാണ്, കർത്താവായ യേശുക്രിസ്തു സത്യം ആണ്. അതല്ലാതെ മറ്റൊരു സത്യം പറയുവാൻ നമുക്ക് ഇല്ല. ഇത് കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ദൗത്യം എന്ന് പറയുന്നത്, എന്താണ് സത്യം, ആരാണ് സത്യമെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നസ്രയനായ യേശു. ആ സത്യത്തിൽ കവിഞ്ഞതൊന്നും നമുക്ക് ഈ ലോകത്തോട് ചൂണ്ടിക്കാണിക്കാനില്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ സത്യത്തെ നാം മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ സത്യത്തിലൂടെ നടക്കുവാനുള്ള ധാർമ്മിക ബാധ്യതയും നമുക്കുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പാഠഭാഗം ഇന്നിവിടെ ചെയ്യുന്നത്. വേഴ്സത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തുകളും സത്യവും നമുക്കറിയാം. സുവിശേഷത്തിൻ്റെ ആദിയോട് അന്ത്യം, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ നാം നോക്കുന്ന സമയത്ത് തിരുവെഴുത്തുകൾ നാം കാണുന്നത് സത്യമായ കാര്യങ്ങളാണ്. വഴിയും സത്യവും ജീവനും ആയവനെക്കുറിച്ച് കർത്താവ് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, പുസ്തകങ്ങൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവാണ്. ആ എല്ലാ ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ആദ്യം മുതൽ അന്ത്യം വരെ ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ. പക്ഷേ എന്നിട്ടും ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ പലരും മടി കാണിച്ചു. ആദ്യ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ മുഖാന്തരം കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ പറയുന്നു. പക്ഷേ ജനങ്ങളത് അംഗീകരിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, അതിൽ പങ്കെടുത്തവർ പോലും അത് അംഗീകരിച്ചില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ കഴിച്ചവരാരും തന്നെ ഭൂരിഭാഗം പേരും അത് അംഗീകരിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരും പ്രവാചകന്മാരും അത് പറഞ്ഞു, ജനം അംഗീകരിച്ചില്ല. അധികാരികൾ പറഞ്ഞു, പീലാത്തോസിനെ പോലുള്ള അധികാരികൾ പറഞ്ഞു മശിഹയാണെന്ന്, അംഗീകരിച്ചില്ല. അപ്പം ഇവിടെ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന്. അപ്പോൾ തിരുവെഴുത്തുകളൊക്കെ തന്നെ, സത്യമായ തിരുവെഴുത്തുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു സത്യം എന്നാണ്. കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർ അവർ മോശയെ വിശ്വസിക്കുന്നു എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് ചോദിച്ചത്, നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നു, പക്ഷേ മോശ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. തിരുവെഴുത്തുകൾ പരിശോധിക്കൂ, മോശയുടെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ അത് വിശ്വസിക്കാത്തത്? അവർക്ക് മറുപടിയില്ല. സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പഴയ നിയമ പുസ്തകത്തിലൊക്കെ ഞാൻ പറയുന്നതൊന്നും പുതിയ കാര്യമല്ല, ഇതൊക്കെ പണ്ടേ ഉണ്ട്, നിങ്ങളുടെ പൂർവികന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതിയതായ പുസ്തകങ്ങളിൽ ഉണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ മോശയെ വിശ്വസിക്കുന്നു, ഞങ്ങൾ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്ന്. അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ആ രഹസ്യം കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന്, ഈ ലോകം എങ്ങനെ നിലനിൽക്കുന്നുവെന്ന്, ഈ ലോകം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഏക ഉത്തരവും കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ തലച്ചോറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ആറ്റത്തെ അണുവിനെക്കുറിച്ചോ ഒന്നുമല്ല വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, അതിലുപരിയായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന സത്യം, അതാണ് ഈ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ സത്യം വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് നസ്രയനായ യേശുവിനെയാണ്. ഈ സത്യത്തിലൂടെ അല്ലാതെ ഈ ലോകത്തിന് നിലനിൽപ്പ് ഇല്ല. ആ സത്യത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു, നസ്രയനായ യേശു എന്ന സത്യത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മനുഷ്യരുടെ നിലനിൽപ്പ്, ജീവജാലങ്ങളുടെ നിലനിൽപ്പ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ യഹൂദന്മാർ ആ ഭാഗം മാറ്റി ചിന്തിച്ചു, അവരത് മറന്നു കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ പറയുന്ന ഭാഗങ്ങൾ അവർ മറന്നു കളഞ്ഞു. പക്ഷെ ഒന്ന് ഓർക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിനെ അവർ മറന്നു കളഞ്ഞപ്പോൾ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന രക്ഷ അവർ തിരസ്കരിച്ചു എന്നാണ്. അവർക്ക് വാഗ്ദത്തം ചെയ്തതായ ആ നിത്യരക്ഷയെ അവർ അന്ന് തിരസ്കരിച്ചു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ രക്ഷയെയും തള്ളിപ്പറയുകയാണ് ചെയ്തത്. ആ വലിയ സത്യമായ കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത, അവരുടെ പൂർവികന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്തതായ ആ വലിയ രക്ഷയെ സ്വീകരിക്കുവാനും അവർക്ക് മനസ്സില്ലായിരുന്നു. ഈ തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നതോ ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ രഹസ്യങ്ങളടങ്ങിയ സത്യത്തെക്കുറിച്ചാണ്. ശാസ്ത്രം പറയുന്നതിനപ്പുറമായി ഈ ലോകത്തിൻ്റെ സത്യത്തെക്കുറിച്ച്, ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ കേന്ദ്രബിന്ദുവായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാം പഠിക്കേണ്ടതും നാം പഠിപ്പിക്കേണ്ടതും ഇതാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ കാണിച്ചു തരുന്നു. ഈ ലോകത്തിന് അന്ത്യം എന്തായിരിക്കുമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം അടങ്ങുന്ന എന്താണ്, എന്തായിരിക്കും, എന്തായിരുന്നു, എന്താകുന്നു, എന്തായിരിക്കും, ഇത് പഠിപ്പിക്കുന്നതാണ് ഈ സത്യവേദ പുസ്തകം. ആ സത്യവേദ പുസ്തകത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്, പ്രധാന ആശയം എന്ന് പറയുന്നത്, ദൈവത്തെ, പിതാവിനെ ഈ ലോകത്ത് കാണിച്ചു തരുവാൻ വന്ന പുത്രനായ ക്രിസ്തുവാണ് എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഉടനീളം നാം കാണുവാൻ കഴിയുന്ന അങ്ങനെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുവാൻ, ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന പുത്രനായി കാണുവാൻ, ദൈവത്തിൻ്റെ പുത്രനായി പ്രതിപുരുഷനായി ഈ ലോകത്ത് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായി, മിശിഹയായി കാണുവാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന യോഹന്നാൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത്. ഇതുവരെ എന്നെ ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഒരു വിശുദ്ധ ശബദിന് ശേഷം കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ പാഠം പഠിക്കുവാനിടയ്ക്ക് മഹാദയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സർവ്വ നന്മകളും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ പ്രിയപുത്രൻ ദൈവമേ ഞങ്ങളുടെ രക്ഷിതാവായി വന്നു, സത്യമായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. വഴിയും സത്യവും ജീവനും കർത്താവായ യേശു അല്ലാതെ മറ്റാരുമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാനും കർത്താവെ, അത് കളഞ്ഞു പോകാതെ
തകർന്നു പോകാതെ അന്ത്യത്തോളം അതിനെ ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ശാബത്ത് സ്കൂൾ പഠനം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ വ്യക്തിത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇത് മുഖാന്തരം 30, 60, 100 മേനി നന്മ കൊണ്ട് വിളയണമെന്നും നന്മ വിളയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്യുന്ന അവരുൾപ്പെടെയുള്ള ആ ടീമിനെ ഓർത്ത്, ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ പദ്ധതിയെ ഓർത്ത് അടിയനങ്ങ് സ്തുതിക്കുന്നു. അഹങ്കരിച്ചു പോകാതെ, നിഗളിച്ചു പോകാതെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ഏറ്റവും താഴ്മയുള്ളവനായി ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ തന്നെ ആമേൻ.